അങ്ങനെ ഞങ്ങൾ വിവാഹം കഴിച്ച് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവളുടെ മൊബൈലിൽ നിന്ന് എനിക്ക് കുറച്ച് ചാറ്റുകൾ കണ്ടു. അത് നിയാസും ഇവളുമായിട്ടുള്ള കോൺവെർസേഷനാണ്. നിയാസും ഇവളുമായിട്ട് ഒരു ഭാര്യ ഭർത്താവ് പോലെ തന്നെ അവരുടെ വീട്ടിൽ അത്രയും സ്വാതന്ത്ര്യമുള്ളൊരു വ്യക്തിയാണ് നിയാസ്. അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര പ്രണയത്തിലായിരുന്നു, ഒരു ഭാര്യ ഭർത്താവ് പോലെ ജീവിച്ചിരുന്നതാണ്. അരമണിക്കൂർ കിട്ടിയ അപ്പ നടത്തിക്കോണം അനാശാസ്യം. ഡിവോഴ്സ് വേണം, നമുക്ക് പിരിയാം, ഇതൊരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു. അങ്ങനെ ഇവള് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ബ്ലേഡ് എടുത്തിട്ട് കയ്യിൽ കട്ട് ചെയ്തു. നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ട് വേറെ ഫ്ലാറ്റിലേക്ക് താമസമായി. അവിടുന്ന് തൊട്ടടുത്ത ഫ്ലാറ്റിലെ ഒരു സിനിമയുമായി, ഈ ആൽബങ്ങൾ സിനിമയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. വെട്ടിമരുന്ന് പോലത്തെ പ്രായ അറിഞ്ഞുകൊണ്ട് തീ കുളത്തില്ല എൻ്റെ പൊന്ന് തമ്പുരാട്ടിക്കുട്ടി. ഞങ്ങളെ വീടോട്ട് നല്ല അടുപ്പമായി ഈ രണ്ടുപേരും. അങ്ങനെ സജിനയുടെ ഈ അഭിനയമോഹം കാരണം സജിന അവരുടെ അടുത്ത് ആ കുട്ടിയെടുത്ത് ഇങ്ങനെ അവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായി. അങ്ങനെ ഈ ആൽബത്തിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് സജിനായ മലപ്പുറത്ത് കൊണ്ടുപോവുകയാണ്. വരുന്നു ഒരാഴ്ച ഒക്കെ അവിടെ കാരണം ഒരു പാട്ടിനൊക്കെ ഒരാഴ്ച എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എനിക്കെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണത്തു. അതിനകത്ത് അതിൻ്റെ ഡയറക്ടറുമായിട്ട് സജിന പ്രണയത്തിലാണെന്നുള്ളത്. അങ്ങനെ ഞാനത് പിടിക്കുകയാണ്. അത് ഷാനിഫ് ഐരൂർ എന്നാണ് അവൻ്റെ പേര്. ഗുഡ് ഈവനിങ്, ഷാനിഫ് ഐരൂരാണ്. നല്ല തറവാട്ടി പറഞ്ഞ കുട്ടിയാ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് എനിക്ക് ആരും വേണ്ട, ഒന്നും വേണ്ട. എല്ലാവരും ഉള്ളത് ഒരുപാട് പ്രത്യേകത നിറഞ്ഞിട്ടുള്ള ഒരുപാട് പിന്നെ ആരെങ്കിലും തടവാൻ വരുമ്പോ നോന്ന് പറയാൻ നീ എന്നാടി പഠിക്കുക. അങ്ങനെ ഷാനിഫ് ഐരൂരെ ഞാൻ വിളിക്കുന്നു. ഞാൻ വിളിച്ച് അവൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നു. അങ്ങനെ വലിയ വിഷയമാകുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ഇപ്പം ഞാനുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നത്, അവൾ ഇങ്ങോട്ട് വന്നതാണ്. നിനക്ക് ജർമ്മനിയിൽ ഇത് തന്നെ. അത് കഴിഞ്ഞിട്ടും ഇവള് പിന്നെ ഈ സജിനയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പേടിയോ നാണോ മാനോ അങ്ങനെയുള്ള സാധനമൊന്നുമില്ല. ഏതറ്റം വരെ വേണമെങ്കിലും തൻ്റെ വിജയത്തിന് വേണ്ടി പോകും. ഇതിലും വലിയ വെടി സ്വപ്നങ്ങളിൽ മാത്രം. ഇതിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഷാനിഫ് ഐരൂർ അതിൻ്റെ ഡയറക്ടറായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പ്രൊഡ്യൂസർ നജീം കല്ലറ പാകിസ്ഥാൻ മുക്കിലുള്ള, പിന്നെ ഒരു സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നതാണ്. മറ്റേ പൈങ്കിളി സാധനങ്ങൾ ഇതൊക്കെ അടിച്ചിട്ട് ഇവളുമായിട്ട് കണക്റ്റഡ് ആകുന്നു. അവസാനം ഒരു സുപ്രഭാതത്തിൽ സജിന ഇവൻ്റെ കൂടെ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. മാഡം ആരോടും പറയില്ലെന്നുണ്ടെങ്കിൽ എന്ത് അഡ്ജസ്റ്റ്മെന്റും ഞാൻ തയ്യാറാണ്. അങ്ങനെ 3 മാസം അവർ ജീവിച്ചിട്ട് ലാസ്റ്റ് അവനൊരു ഫ്രോഡാണെന്നുള്ളത് ഫ്രോഡായിട്ടുള്ള ഒരുത്തരം. അങ്ങനെ അവൻ്റെ ഫ്രോഡ് ക്യാരക്ടറൊക്കെ സജിനയ്ക്ക് മനസ്സിലായിട്ട് ലാസ്റ്റ് എൻ്റെ അടുത്ത് വിളിക്കുന്നു. ഞാൻ വരും, എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. ഞാനേ മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. ഇത്ര ഐക്യത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുന്ന ഒരു കുടുംബം ഈ നാട്ടിലില്ല കേട്ടോ.